ഇവിടെ പോരാട്ടം ശരീരത്തോടല്ല, മറിച്ച് സമൂഹം കൽപ്പിച്ച ചില അതിർവരമ്പുകളോടാണ്. ഓരോ വിയർപ്പുതുള്ളിയും വിളിച്ചു പറയുന്നത് തോറ്റുകൊടുക്കാൻ മനസ്സില്ലാത്ത ഒരു പെൺകരുത്തിൻ്റെ കഥയാണ്. കാലത്തിൻ്റെ കണക്ക് പുസ്തകങ്ങളിൽ 69 വർഷം ഒരു വലിയ കാലയളവായിരിക്കാം. എന്നാൽ തളരാത്ത മനസ്സും തളച്ചിടാനാകാത്ത കരുത്തും കോഴിക്കോട് കോട്ടൂളി സ്വദേശി വിമലമ്മയ്ക്ക് 69 എന്നത് വെറും ഒരക്കം മാത്രമാണ്. എൻ്റെ പേര് വിമല. ഇവിടെ വിമല അമ്മ എന്നാണ് എന്നെ വിളിക്കുന്നത്. ഞാനിവിടെ വരുമ്പോൾ എനിക്ക് പല പ്രശ്നങ്ങളും ഉണ്ടായിരുന്നു. ഊരവേദനയും ഈ കാലുവേദനയൊക്കെ ആയിട്ട് കോണിയൊന്നും തരാൻ കഴിയാത്ത പ്രശ്നങ്ങളായിരുന്നു. പക്ഷെ ഞാനിവിടെ വരുന്നപ്പോൾ 1.5 കൊല്ലം പോലെയായി. എനിക്ക് വയസ്സ് 69ആയി. ഞാൻ എൻ്റെ ആരോഗ്യത്തിന് വേണ്ടിയിട്ടാണ് ഇവിടെ വന്ന് വർക്കൗട്ട് 1 മണിക്കൂർ വർക്കൗട്ട് ചെയ്ത് എൻ്റെ ആരോഗ്യം വീണ്ടെടുത്തതാണ്. അതിന് ശേഷം എനിക്ക് ഇവിടെ വരാതെ നിൽക്കാൻ പറ്റുന്നില്ല. ദിവസവും ഇവിടെ വരണം. എന്നെ പോലെയുള്ള ആൾക്കാർക്ക് എന്നെ കാണുമ്പോൾ ഇപ്പം ചോദിക്കും, അമ്മ എവിടെ പോയിട്ടാ തടി കുറച്ചത് എന്ന്. അപ്പം ഞാൻ പറയാം, വർക്കൗട്ട് ചെയ്തിട്ട് എൻ്റെ തടി നല്ലപോലെ കുറയാൻ വേണ്ടി പോയി അവിടെ ചെന്നതിന് ശേഷം തടി കുറഞ്ഞ് എനിക്ക് ആരോഗ്യം വീണ്ടെടുത്ത് ഓപ്പറേഷൻ വേണമെന്ന് പറഞ്ഞ കാലൊക്കെ മാറ്റിയെടുത്തതാണ് ഞാൻ. ഈ വർക്കൗട്ട് കഴിഞ്ഞിട്ട് 1 മണിക്കൂർ കഴിഞ്ഞാൽ വീണ്ടും ഞാൻ പണിക്ക് പോവുകയാണ്. ആ ഒരു വീട്ടിലെ പണി കഴിഞ്ഞിട്ടാണ് ഇവിടെ വന്നിട്ട് 8:30 മണിക്ക് ഇവിടെ വന്നിട്ട് 9 മണീൻ്റെ വർക്കൗട്ടിൽ കയറുന്നത്. എന്നിട്ട് 10:30 മണിക്ക് ഞാൻ രണ്ടാമത് വീണ്ടും പണിക്ക് പോവുക. പക്ഷെ ഇപ്പോൾ എല്ലാവർക്കും നല്ല താല്പര്യമാണ് ഞാനിവിടെ വരുന്നത്. വിമലമ്മ ഇവിടെ വരുന്ന സമയത്ത് നടക്കാൻ പോലും ബുദ്ധിമുട്ടായിരുന്നു. സ്റ്റെപ്പൊക്കെ കയറാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. കുനിഞ്ഞിട്ടാണ് നടന്നുകൊണ്ടിരുന്നത്. നേരെ നിൽക്കാൻ പോലും പറ്റാത്ത ഒരാളാണ്. ആ രീതിയിലാണ് ഇവിടെ വന്നത്. ഇവിടെ വന്നിട്ട് ആ അമ്മയ്ക്ക് പറ്റുന്ന രീതിയിലുള്ള വർക്കൗട്ട് കൊടുത്ത് എല്ലാ കാര്യങ്ങളും ഇമ്പ്രൂവ് ചെയ്ത് വന്ന് അതിനുശേഷം ഇപ്പം എല്ലാ വർക്കൗട്ടും ഞാൻ കാണിച്ചു കൊടുക്കുന്ന എല്ലാ വർക്കൗട്ടും അതേ രീതിയിൽ നല്ല ഉഷാറായിട്ട് ചെയ്യുന്നുണ്ട്. എല്ലാ ആരോഗ്യ പ്രശ്നങ്ങളും നോർമലായി. പിന്നെ അതേപോലെ തന്നെ നോക്കിയാൽ ഇപ്പോൾ ഹെൽത്തിയാണ്, ഹാപ്പിയാണ് ഇവിടെ വരുന്നത്. ഈ അമ്മയ്ക്ക് ഒന്നേ പറയാനുള്ളൂ, സ്വപ്നങ്ങൾക്ക് പരിധിയില്ല, ആഗ്രഹങ്ങൾക്ക് വാർദ്ധക്യവും. വീടിൻ്റെ അകത്തളത്തിൽ നിന്ന് സ്വന്തം ഇഷ്ടങ്ങളിലേക്ക് നടന്നു കയറുന്ന ഓരോ സ്ത്രീയും ഒരു വിപ്ലവമാണ്. ഹാപ്പി വുമൻസ് ഡേ. വീഡിയോ ജേർണലിസ്റ്റ് വിനീഷ് ഓളോണയ്ക്കൊപ്പം റിപ്പോർട്ടർ ശരത് എസ് എസ്, റിപ്പോർട്ടർ കോഴിക്കോട്.